ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപണം. സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ പഠിപ്പ് അവസാനിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ അധ്യാപകരുടെ ജോലി കളയുമെന്നും CV വർഗീസ് ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപണമുണ്ട്. എന്നാൽ ആരോപണം നിഷേധിച്ച CV വർഗീസ് രംഗത്തെത്തി. കുട്ടികൾ പറഞ്ഞ് ഞങ്ങൾക്ക് പൈനാവിലെ ഹോസ്റ്റൽ മതിയെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. പൈനാവിലെ ഹോസ്റ്റൽ നിങ്ങൾ എന്ത് സമരത്തിന് ഇറങ്ങിയാലും തരാൻ പറ്റത്തില്ല, അവിടെ ഡോക്ടർമാരാണ് നിലവിൽ താമസിക്കുന്നത്, എന്നെ ശരിക്കും അറിയാവോ എന്നുള്ള രീതിയിലുള്ള ഭീഷണിയായിരുന്നു. സമരം ചെയ്ത വിദ്യാർത്ഥികളുമായി കലക്ടർ യോഗം നിശ്ചയിച്ച 18-ാം തീയതിയാണ് സംഭവം. കലക്ടർ യോഗം മാറ്റിവെച്ചതോടെ CV വർഗീസിനെ അപ്പോയിന്റ്മെന്റ് ലഭിച്ചിട്ടുണ്ട് എന്ന് കോളേജ് പ്രിൻസിപ്പൽ ജിജി PTA വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുന്നു. 2 PTA പ്രതിനിധികളും 4 വിദ്യാർത്ഥി പ്രതിനിധികളും കോളേജ് പ്രിൻസിപ്പലും CPM ജില്ലാ കമ്മിറ്റി ഓഫീസായ ജനദേവൻ സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. യോഗത്തിലാണ് CV വർഗീസ് ഭീഷണി മുഴക്കിയത്. ഞങ്ങൾ PTA-ക്കാരെല്ലാം കൂടെ കൂടി കുട്ടികളെ സമരത്തിന് ഇറക്കി. അപ്പൊ കുട്ടികളോട് പറഞ്ഞ ഇങ്ങനെയാണ്, PTA-ക്കാർ പറയുന്ന നാളത്തിനത് തുള്ളിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി പോവും. ഇവിടെ നഴ്സിംഗ് കോളേജ് കൊണ്ടുവരാൻ അറിയാമെങ്കിൽ അത് പൂട്ടിക്കെട്ടിക്കാനും ഞങ്ങൾക്ക് അധികം താമസമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ആരോപണം പച്ചക്കള്ളമെന്ന് CV വർഗീസ്. ഞാനിവിടെ ഒരു യോഗം വിളിച്ചിട്ടില്ല. പ്രിൻസിപ്പളും PTA പ്രസിഡന്റും ഏതാനും വിദ്യാർത്ഥികളുടെ കൂടി എന്നോട് ആഫീസിൽ വന്ന് കാണാൻ സമയം ചോദിച്ചു. ഞാൻ ആഫീസ് സമയം കൊടുത്തു ഇവിടെ വന്ന് എന്നെ കണ്ടു. ഇടുക്കി നഴ്സിംഗ് കോളേജ് പൂട്ടിക്കാൻ CV വർഗീസും പ്രിൻസിപ്പളും ഗൂഢാലോചന നടത്തുകയാണെന്ന് ഡീൻ കുര്യാക്കോസ് MP. വർഗീസിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിനെ നമുക്ക് ആവശ്യമില്ല. വർഗീസ് എന്ത് ന്യായം പറഞ്ഞോട്ടെ, വർഗീസിന് എന്തും പറഞ്ഞ് വീട്ടിൽ പോവാം. പക്ഷേ ഇവിടെ ഈ നഴ്സിംഗ് കോളേജിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ശ്രീ CV വർഗീസാണ് എന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം അതിന് മറുപടി പറയേണ്ടി വരും. നിലവാരമുള്ള ഹോസ്റ്റൽ സൗകര്യവും ക്ലാസ് മുറിയും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വിദ്യാർത്ഥികളുടെ സമരം. ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടാത്തതിനാൽ സമരം തുടരാനാണ് തീരുമാനം. മീഡിയ 1 ഇടുക്കി.